ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കുട്ടൻകോര അടിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് കതിരാൻ അടിക്കുന്നുണ്ട്. കുട്ടൻകോര ചെറുതാണ്, അപ്പോൾ കതിരാൻ അല്പം വലിപ്പമുണ്ട്. പിന്നെ ഇടയ്ക്ക് വറ്റി അടിക്കുന്നുണ്ട്. അപ്പം ഞാൻ സബിക്കാണ് കൊണ്ടുവന്നാക്കണേ. വറ്റടിക്കാനാണ് ഞാൻ മെയിനായിട്ട് വന്നാക്കണത്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് വലിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് വറ്റിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനിലേട്ടന് അവിടെ ഒരു ഹമൂറിൻ്റെ കുഞ്ഞിനെ കിട്ടിയായിരുന്നു. അപ്പോൾ നേരത്തെ പുള്ളിക്ക് അല്പം കൂടി വലുതിനെ കിട്ടി. ഇപ്പോൾ രണ്ടാമത്തെയാണത്. അപ്പം ഞാൻ മെയിനായിട്ടെന്ന് വെച്ചാൽ വറ്റേനെ പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പല്ലിക്കോരൻ കുട്ടനൊക്കെ നമ്മൾ ഇത് ചെയ്തതാണ്. അപ്പോൾ പോന വഴിക്ക് ഒരു രക്ഷയില്ല, അത്രമാത്രം തിരക്ക്, നിൽക്കാൻ സ്ഥലമില്ല. അത് കണ്ട അതൊക്കെ ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഒരു 70ഓടത്തോളം പേര് ഉണ്ടെന്ന് തോന്നുന്നു. അറ്റം വരെ ഇഷ്ടം പോലെ ആൾക്കാരാണ്. അത്രയും തിരക്കാണ്ട് ഇവിടെ, ഒരു രക്ഷയില്ല. ഒരു ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്നിടാൻ ഗ്യാപ്പുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഏറ്ററ്റത്തേക്ക് പോകുന്നു. ഏറ്ററ്റത്തേക്ക് ഇച്ചിരി ആൾ കുറവായതുകൊണ്ട് ഏറ്ററ്റത്ത് വന്നിട്ട് അവിടെ ആർക്കും ശല്യമില്ലാണ്ട് നമ്മൾ ഇടാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നേക്കണം. അപ്പോൾ ഇത് ഞാൻ സബിക്കാണ് ഞാൻ കൊണ്ടുവന്നത്. വേറൊന്നും നമ്മൾ ഇടാൻ ഉദ്ദേശിക്കണമില്ല. അപ്പോൾ മെയിനായിട്ടെന്ന് വെച്ചാൽ വറ്റ പിടിക്കണം, അതാണ് മെയിനായിട്ട്. നമ്മളൊരു 11ൻ്റെ ഹുക്ക് സൈസുള്ള ഹുക്കാണ് നമ്മളിന്ന് സബിക്കായിട്ട് വേണം. അപ്പോൾ ഈ തൊട്ടരികത്ത് ഒരുപാട് അകലെയൊന്നുമില്ല. ഒരുപാട് വറ്റ കൂട്ടുവാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് നമുക്ക് ഈ അരുകത്താണ് വറ്റ അടിക്കുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ പോകുന്ന വഴിക്കും ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് വറ്റ അടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അതാണ് നമ്മൾ വറ്റ മാത്രം ഒന്ന് നോക്കാൻ നേരിട്ടിട്ട്. അപ്പോൾ വറ്റ മാത്രം പിടിക്കാനാണ് നമ്മൾ സബിക്കും കൊണ്ട് വന്നാക്കണത് കേട്ടോ. അപ്പോൾ പതുക്കെ നമ്മൾ ഈ അടുത്തിട്ടിട്ട് പതുക്കെ ഇങ്ങനെ ജിഗ് ചെയ്യണ പോലെ ഒന്ന് പതുക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വറ്റ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അടുത്ത് വറ്റുണ്ടെങ്കിൽ. ഇതിന് നമ്മൾ ഒരുപാട് വെയിറ്റ് ഒന്നും നമ്മൾ ഇതിന് ഇടണ്ട കേട്ടോ. ഈ സബിക്ക് ഇടുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 10 ഗ്രാം, ഒരു 5 ഗ്രാം അല്ലെങ്കിൽ 10 ഗ്രാം വെയിറ്റ് മതി. ഇതിപ്പം ഞാൻ ഒരുപാട് അകലേക്ക് വീക്കണമില്ല. അപ്പോൾ ഒരുപാട് അകലേക്കാണെങ്കിൽ നമുക്ക് ഇച്ചിരി വെയിറ്റ് കൂടുതലിടേണ്ടി വരും. കാരണം ഇപ്പം നമുക്ക് അങ്ങനെ ഒരു കൂട്ടം വന്നിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഇതും എല്ലാത്തുമ്മേ നമുക്ക് കിട്ടണം. ഇപ്പോൾ ഇത് ഒരെണ്ണം കിട്ടണ്ടേ, ഇടയ്ക്കിടയ്ക്ക് ഒരെണ്ണം 2 അങ്ങനെയൊക്കെ അടിക്കണുള്ളൂ. അപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടി. അപ്പോൾ അതുപോലെ വലിയ കൂട്ടം വരുമ്പോഴാണ് നമ്മൾ ഇച്ചിരി അകലേക്ക് വീക്കിയിട്ട് ഇങ്ങോട്ട് റിട്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എല്ലാത്തുമ്മേ നമുക്ക് വറ്റ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ ചുമ്മാ ഇട്ടിട്ട് കൊണ്ട് ചുമ്മാ റിട്രൈവ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ തൊട്ടടുത്ത് ഇപ്പം അധികം ഇല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടണുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ചിക്ക് ചെയ്ത് അതൊക്കെ ഈ അരികത്ത് വരുന്നതിന് നമ്മൾ അങ്ങനെ പിടിക്കാനാണ് നമ്മൾ ഇത് ചെയ്യണത്. അപ്പോൾ ഇത് നമുക്ക് വേറെ ഒരെണ്ണം കൂടി അടിച്ചാൽ കേട്ടോ. ഇത് 2 എണ്ണം അടിച്ചു, നമുക്ക് 2 എണ്ണം കയറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അരികത്ത് മാത്രമേ നിൽക്കണുള്ളൂ, അകലൊന്നും ഇല്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ പലരും പല ടൈപ്പ് മീനെ പിടിക്കാനാണ് വന്നാക്കണം കേട്ടോ. കാരണം ഓരോരുത്തരും ഇഷ്ടമാണ് നമ്മൾ ഏത് മീനെ പിടിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ കുട്ടൻകോരയും പല്ലിക്കോരയും അങ്ങനെയുള്ളതൊക്കെ അടിക്കുന്ന സമയത്ത് അവർ അങ്ങനെ ഇടുന്നവരുണ്ട്. അമ്മൂറിനെ പിടിക്കാൻ വന്നിട്ടുണ്ട്, ഏരി പിടിക്കാൻ വന്നവരുണ്ട്. അതുപോലെ തന്നെ വലിയ അമ്മൂറിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ലൂറ് മാത്രം കൊണ്ടുവന്നവരുണ്ട്. അതായത് നമ്മളാണ് തീരുമാനിക്കണത് ഏത് മീനെ പിടിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മൾ വരുമ്പോൾ നോക്കണം ഏത് മീനുകളൊക്കെ കിട്ടുന്നുണ്ട്. എന്നാലാണ് നമുക്ക് അതിനെ പിടിക്കാനായിട്ട് ഉള്ളൊരിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കണം ഞാൻ ഇന്ന മീനെ പിടിക്കാനാണോ, അതായത് ഞാനൊരു അമൂറിനെ പിടിക്കാൻ, അതായത് കാളാഞ്ചിനെ പിടിക്കാനാണോ വന്നത്. അപ്പോൾ അതിനുള്ള ടാക്കിൾസായിട്ടാണ് വരാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ഇപ്പം തന്നെ കിട്ടണമെന്നൊന്നുമില്ല. ചിലപ്പോൾ 1 ദിവസം, 2 ദിവസം, ഒരാഴ്ച, 2 ആഴ്ച. അപ്പം നമ്മൾ അതിനെ തന്നെ ടാർഗറ്റ് ചെയ്താലാണ് നമുക്ക് ആ മീനെ തന്നെ കിട്ടുള്ളൂ. ചിലരിപ്പോൾ തെള്ളിച്ചമ്മീനും കൊണ്ടുവന്നവരും വന്നിട്ട് നമ്മളിപ്പോൾ കൊല്ലങ്ങളായിട്ട് വന്ന് ചൂണ്ടിട്ടുന്നവരുണ്ടാവും. എന്നിട്ട് അവർ പറയാണ് നമുക്ക് ഇതുവരെയായിട്ടൊരു ഹമൂറിനെ കിട്ടിയിട്ടില്ല, ഒരു കാളാഞ്ചി നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്താലാണ് ഏത് മീന് വേണ്ടി ട്രൈ ചെയ്യണോ ആ മീൻ കിട്ടും നമുക്ക്. അപ്പോൾ ഏരി പിടിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനുള്ള ബൈറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഏരി കിട്ടും. അതിന് ചിലപ്പോൾ അന്ന് കിട്ടിയില്ലെങ്കിൽ വേറൊരു ദിവസം കിട്ടും. നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളാണ് തീരുമാനിക്കുന്നത് ഏത് മീനെ പിടിക്കണം എന്നാണ്. ഞാൻ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഇടയ്ക്ക് വറ്റ അടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ വറ്റ നമുക്ക് പിടിക്കാം. അപ്പോൾ വറ്റ ഞാൻ എൻ്റെ സബിക്കുണ്ടായിരുന്നു, സബിക്കിട്ട് വേറൊരു മീനെ കിട്ടി. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു മീനെ പിടിക്കാൻ മറ്റൊരു മീനെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ മീനെ പിടിക്കാൻ പോയാലാണ് നമുക്ക് ആ മീനെ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ തെരണ്ടി പിടിക്കാൻ പോയാലാണ് തെരണ്ടി കിട്ടുള്ളൂ.
അല്ലെങ്കിൽ കാളാഞ്ചി പിടിക്കാൻ പോയാലാണ് കാളാഞ്ചി പിടിക്കുള്ളൂ. അതിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. കുറച്ച് നാൾ വേണമെങ്കിൽ അതിന് പിന്നാലെ നടക്കേണ്ടി വരും. ഞായറാഴ്ച നമ്മുടെ ഈ പുലിമുട്ടിൽ എന്ന് പറഞ്ഞാൽ അതിന് മാത്രം തിരക്കായിരിക്കും. ഒരു രക്ഷ ഉണ്ടാവില്ല, ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. പിന്നെ സ്റ്റാർട്ടിങ്ങിലാണ് കുറേ ദിവസങ്ങളിലായിട്ട് ആ വരുന്ന കയറിനോട് തന്നെയാണ് കൂടുതൽ ദിവസങ്ങളായിട്ട് നമുക്ക് മീൻ അടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അത്രയും തിരക്ക്. ഈ അറ്റത്തേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും ഈ അറ്റത്തേക്ക് വലിയ മീനെ ടാർഗറ്റ് ചെയ്യണവരാണ് ഈ കൂടുതൽ ഈ അറ്റത്തേക്ക് വരാറ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ വലിയ ഹമൂറ്, കാളാഞ്ചിയൊക്കെ അടിക്കും, ചെമ്പല്ലിയൊക്കെ അടിക്കുന്ന ഏരിയകളാണ്. എല്ലായിടത്തും അടിക്കും, പക്ഷേ കൂടുതലും അങ്ങനെയുള്ളവർ ഈ അറ്റത്തേക്കാണ് വരാറ്. സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ ആ ഏരിയയിൽ കുറച്ച് ബീച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയയിൽ എപ്പോഴും പല്ലിക്കോര, കുട്ടൻകോര, കതിരാൻ, വറ്റ, അതുപോലെ തന്നെ തെരണ്ടിയൊക്കെ അടിക്കുന്നത് ആ ഏരിയയിലായതുകൊണ്ടാണ് പലരും ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച ഭയങ്കര തിരക്കായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ ലൂറുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് വലിയ മീനെ പിടിക്കാനുള്ളത്. പക്ഷേ നമ്മൾ അവസാനം ചെമ്മീനും കൊണ്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ ആ ലൂറുകളൊന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പം നമ്മളെപ്പോഴും ലൂറുകൾ മേടിക്കുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മളതിന് പോകെങ്കിൽ മാത്രമേ നമ്മൾ ലൂറുകൾ കാശ് കൊടുത്ത് വാങ്ങാവൂ. അല്ലെങ്കിൽ ഒരു 300, 400, 500, 1000 രൂപ എടുത്തിട്ട് ലൂറുകൾ വാങ്ങിച്ചിട്ട് അത് വീട്ടിൽ വെച്ചിട്ട് നമ്മളൊരു 100 രൂപ കൊടുത്ത് ചെമ്മീനും മേടിച്ചായിരിക്കും നമ്മളിവിടെ ചൂണ്ടിടാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറ്റേ നമ്മുടെ സബിക്കിയിൽ ഇപ്പോൾ അടി കുറഞ്ഞു, വെള്ളം ചെറിയ രീതിയിൽ ചേഞ്ച് വന്നപ്പോൾ സബിക്കിൽ മീൻ അടിക്കാതെ. അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഹുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ കരിമീനൊക്കെ പിടിക്കുന്ന ചെറിയ ഹുക്ക് ഒരു 6 എണ്ണം സെറ്റ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറിയ ചെമ്മീൻ ഇട്ടിട്ട് പതുക്കെ ജിഗ് ചെയ്യണ പോലെ തന്നെ ചെറിയ വെയിറ്റ്, ഒരു സിംഗിൾ വെയിറ്റ് ഇട്ടിട്ട് ഇത് അടിച്ചു. അപ്പോൾ അതേ 3 എണ്ണം കയറി അടിച്ചു. അപ്പോൾ നമ്മളിന്ന് വെള്ളം ഇച്ചിരി ചേഞ്ച് വന്നു. അപ്പോൾ അത് തന്നെ നമുക്ക് സബിക്കിൽ അടിയില്ലാണ്ടായി. അപ്പോൾ അത് തന്നെ നമ്മുടെ ഐഡിയ ഒന്ന് പതുക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ചെറിയ ഹുക്ക് ഇട്ടത് 3 എണ്ണം കയറി അടിച്ചു. അപ്പോൾ നമ്മളെപ്പോഴും അതും അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി വേണം നമുക്ക് മീനെ പിടിക്കാനായിട്ട്. നമ്മൾ കുറേ നേരം ഇട്ടിട്ടൊന്നും കിട്ടില്ലെങ്കിൽ നമുക്കത് കിട്ടില്ല എന്ന് ഉറപ്പിക്കാം. അപ്പോൾ നമ്മളടുത്ത എന്ത് മീനെ കിട്ടുമെന്നൊക്കെ അതിനുള്ള പരിപാടി നോക്കാം. അത് വേറെ 2 കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മീൻ പിടിക്കും. ഒരു മീനും കിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എത്ര വേണമെങ്കിൽ പിടിച്ചിട്ട് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഐഡിയപരമായിട്ട് ചിന്തിച്ച് വേണം നമ്മൾ കടലിൽ ചൂണ്ടിടാൻ പോകുമ്പോൾ നമ്മൾ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോവും, ചിലപ്പോൾ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3, 4 മണിക്കൂർ വെയിലുണ്ട്, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരും. ഇതൊക്കെയാണ് പലർക്കും ഉണ്ടാവുന്ന അവസ്ഥ. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഇതും നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിതേ ഇപ്പോൾ ഇത് നമ്മൾ സബിക്ക് മാറ്റി മറ്റേ ചെറിയ ചെമ്മീനും ഹുക്കിൽ ഇത് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ വീണ്ടും മീൻ അടിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു ചേട്ടൻ അതിൽ കൂടെ പോയി അങ്ങോട്ട് പോയതാണ് ആൾ. എനിക്ക് മീൻ കിട്ടണുണ്ട്. ഇപ്പോൾ അതേ നേരെ ഇവിടെ വന്ന് ഇവിടെ നിന്നിട്ട് വല അങ്ങോട്ട് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, മീൻ ഇങ്ങടേക്ക് വരില്ല. വല കാണുമ്പോൾ മീൻ ഇങ്ങടേക്ക് വരില്ല. അപ്പോൾ വല ഇടണോണ്ട് നമ്മൾ ഇനി ഇത് അവസാനിപ്പിച്ച് നമുക്ക് കുറച്ച് വറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആകെ എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന വറ്റയാണ് നമുക്ക് ആകെ കിട്ടിയത്. എനിക്ക് ഒന്ന് കൂടി വന്നൊരു 9 എണ്ണം 10 എണ്ണം ഇത്രയും വറ്റ നമുക്ക് ഇന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ വറ്റ അടി കുറവാണ്. അടി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കൂട്ടം വരുമാനം നമുക്ക് ഈസി ആയിട്ട് നിറച്ച് എല്ലാ ഇതിലും നമുക്ക് വരട്ടെ. ഒരു 9 വറ്റയാണ് കിട്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വല കൊണ്ടിട്ടായിരുന്നാണ്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് എവിടെ നിൽക്കാമായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ വേണം തീരുമാനിക്കാൻ ഏത് മീനെ പിടിക്കണം, എങ്ങനെ എന്ത് ടാക്കിൾസ് കൊണ്ടുവരുന്നതൊക്കെ നിങ്ങൾ തീരുമാനിച്ച് വേണം വരാനായിട്ട്. അപ്പോൾ അടിപൊളിയായിട്ട് പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.